മക്കള് മാസത്തിൽ ഒരിക്കലെങ്ങാ മോൻ ഓളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പെങ്ങളെ വിളിച്ചറിഞ്ഞു കൊടുക്കും, ഓളെ സാരിത്തുപ്പിലാ പോന്. ഇതൊന്നാം തടിയാ. വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളങ്ങോട്ട് ഇടങ്ങേറാക്കുക, ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പെങ്ങന്മാരെ വിളിച്ചിരുത്തുക. അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓളെ കണ്ടുകൂടാ, ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എല്ലാം അങ്ങനെയല്ലോ, എല്ലാ കുടുംബത്തിലും അങ്ങനെയാ. നിങ്ങൾ ചിന്തിക്കണ്ട. ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളവരെ കൈപിടിച്ചു കൊടുക്കണമെന്നാ. അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും. ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും. ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ട. ഓൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഓതി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിടുക എന്നൊക്കെ ഉള്ളത്, ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കടലക്കുട്ടായി കൊണ്ടുവരണം, പുളിയച്ചാറ് കൊണ്ടുവരണം എന്നൊക്കെ. അതൊന്നും തിന്നാത്തൊരു മനുഷ്യന്മാർ കൂട്ടത്തിലില്ല. തിരിച്ചു ഓൻ കൊണ്ടുവരുമ്പോൾ ഓളെ മുൻപിൽ ഉമ്മാന്റെ മുൻപിൽ വെച്ച് കൊടുക്കാം. ഓന് പേടിയാ, എന്താ അമ്മ വേറെന്താ വിചാരിക്കുമെന്ന്. അങ്ങനെ നിങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ അവനാന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം, പരിഗണിക്കുന്നവരാകണം. മക്കൾക്കത് കൊടുക്കുമ്പോൾ, ഭാര്യക്കത് കൊടുക്കുമ്പോൾ, ഭാര്യ അതിലൊന്ന് നീട്ടുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കളി ഒന്നല്ല എനിക്ക് വരിക്കാനായി എന്ന് പറയലല്ല, ആ ഒന്നും ഇങ്ങോട്ട് വാങ്ങി. ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം, ഇതൊക്കെയാ ഒരു കുടുംബത്തിന്റെ കാവല്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പോണ്ടല്ലോ, മോളാവണമെന്നില്ല, മരുവോള് നെഞ്ചു പൊട്ടിക്കരയും. മരുവോള് പടച്ചോനോട് ഓരോ ഭക്തിനും പറയും, അമ്മ പോയത് നിന്റെ പകുതിയല്ല 3/4 പോയി റബ്ബേന്ന്. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന മരക്കളിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും പടച്ചോനെ ഭയപ്പെട്ട് പരലോകം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്കൊക്കെ കിട്ടൂ, വാപ്പാക്കൊക്കെ കിട്ടൂ. അത് കിട്ടിയിട്ടുണ്ട്. ചില ഉമ്മാർക്ക് കിട്ടൂല, വാപ്പാ കിട്ടും. ചില പെൺകുട്ടികൾ പറയൂലേ, അവിടുത്തെ ഉമ്മനെ സഹിക്കാനാവൂല, പക്ഷെ വാപ്പ പാവാട്ടോ. അവിടെ നമ്മൾ പറയിപ്പിക്കേണ്ടത് ഉമ്മയും വാപ്പയും ഞങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. അത് ഭർത്താവിൻ്റെ ആയാലും ശരി, ഭാര്യൻ്റെതായാലും ശരി. ഞാൻ അവസാനിപ്പിക്കുക. ഇനി അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ, അവിടെയൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മുടെ ഏറ്റവും നല്ലൊരു മക്കൾ നമുക്ക് കാവലാകുന്നത് പോലെ മക്കൾക്ക് നമ്മളൊരു കാവലാകണം. അത്രക്കും മോശ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുമെന്നറിയാല, 78 കേസുകളാ പെണ്ണും കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കൊടുത്ത്. ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യര്? നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും 2 പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഒളിച്ചോടിയതിന്റെ 2 ദിവസം മുൻപ്, അതിന്റെ ഓടുന്നതിന്റെ 2 ദിവസം മുൻപ്, അതില് താമരശ്ശേരിയുള്ള പെൺകുട്ടീൻ്റെ അമ്മ എന്നെ കാണാൻ കോഴിക്കോട് വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വഴി പേച്ചു പോകാനുള്ള ഒരു വഴിയും എൻ്റെ മക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഉസ്താദേ. കാരണം എൻ്റെ പിയാപ്പ എന്ന് പറഞ്ഞ പടച്ചോനെ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ. എൻ്റെ മോക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തൊരു വാപ്പയാ. എൻ്റെ മോളെ ഞാൻ പ്രാണനെ പോലെ ഓളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാണ്. എന്നിട്ടും എൻ്റെ മോള് കൂടെ പഠിക്കുന്ന മുടി മുറിച്ച് സ്വയം ആണായി മാറിയ ഒരു ആണെന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെ പോയപ്പോ അമ്മക്ക് സഹിക്കുന്നില്ല. ഞാൻ ഇവിടെ പറയുന്നത് അമ്മ അനുഭവിച്ച വേദനയെ പറ്റി മാത്രമല്ല, അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട്. കോഴിക്കോട് ഞാൻ കുത്തുബ പറയുന്ന ഷാദുലി പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കലും ഞങ്ങളൊരു ടീനേജ് ക്ലാസ്സുകാർക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തൊട്ടു പിൻപിലുള്ള ഒരു സഹോദരിയാണ് സംഘടിപ്പിച്ചത്, അവരുടെ കീഴില്. ആ സംഘടിപ്പിച്ച സമയത്ത് അവരൊരു കൗൺസിലിംഗ്, അഥവാ രഹസ്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഭയപ്പെടുത്തുന്ന ചിന്തകളാ മക്കളെ മനസ്സിലുള്ളത്. കാരണം പെൺകുട്ടികൾക്കൊക്കെ തോന്നി പ്രസവിക്കുക, മക്കളുണ്ടാക്കുക, പിന്നീട് അങ്ങനെ ജീവിക്കുക, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക, ആ ജീവിതം മക്കൾ ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിലേക്ക് അവരെത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനാണ് ലിബറലിസം എന്ന് പറയുക. അവരാദ്യം കുത്തിവെച്ചത് എന്താണെന്നറിയോ? പെൺകുട്ടികളെ മനസ്സിലേക്ക്, പെൺകുട്ടികളെ നിങ്ങൾ ആൺകുട്ടികളെ മാതിരി ആവണം. അപ്പൊ പെൺകുട്ടിയൊക്കെ തോന്നി തരക്കേടില്ലല്ലോ, ഓനെന്തു സുഖ, നട്ടപ്പാതിരക്ക് നടക്ക, പാൻറ് ഉടുക്ക, ഓൻ ഏത് ഒറ്റക്ക് സിനിമക്ക് പോകാം, ഒറ്റക്കറിയാം. ഞങ്ങൾ ആരെങ്കിലും ഒന്ന് റോട്ടുമക്കൂടെ പോയാൽ ചോദ്യം എട്ടാടി, ഓൻ ഒറ്റക്ക് 2 ബൈക്കുമക്കാറ. ഈ ലിബറൽ ചിന്താഗതി നിങ്ങളെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് നിങ്ങളോട് പറയാ, അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ആണുങ്ങളെ മാതിരി ജീവിക്കണം. ഞാൻ എൻ്റെ മക്കളോടാ പറയണത്. അപ്പൊ നിങ്ങൾക്കും തോന്നുക, എന്നാ പിന്നെ ആണാണല്ലോ, അപ്പൊ ആണാനെന്താ മാർഗം? ആണിന്റെ പാൻറ് കൊടുക്കണം, ജെൻഡറൽ ന്യൂട്രാലിറ്റി. അപ്പൊ നിങ്ങൾക്കും തോന്നി വേണം, ഞാക്കും വേണം പാൻറ്റും കുപ്പായവും.
രണ്ടാമതോൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളുടെ സൗകര്യം നോക്കി ജീവിക്കണം. ഇതൊരേ പ്രോസസ്സിംഗ് ആണ്. ശരിക്ക് കേൾക്കണം കേട്ടോ, ഒരേ പ്രോസസ്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ കെട്ടിയാലും ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും, കാരണം ഒരേ പ്രോസസ്സിംഗ് ആ. അങ്ങനെ മടുക്കുന്ന അവസരത്തിലാണ് പടച്ചോൻ പറഞ്ഞത് വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് കുടുംബത്തിന്റെ മനോഹരത്തിന് വേണ്ടിയാവണം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ ഒരു കൊല്ലത്തൊക്കെ ജീവിതം എപ്പോഴും കുത്തിരിക്കുന്ന അമ്മാരെ മനസ്സിലുണ്ടാവും, എന്തോ ഒരു രസമായിരുന്നു, മൂപ്പര് വരാനും നേരത്തെ വരും, കൊണ്ടുകിടക്കാനൊക്കെ എന്തൊരു പൂതിയായിരുന്നു. വന്തിമ പോകുമ്പോൾ എന്നോട് കൈ പിടിച്ചിന്റെ വയറ്റും ഇങ്ങനെ കിട്ടിച്ചോരെ ഇവിടെ പിടിച്ചാൽ മതി എന്ന് നോക്കാം. ഇപ്പം നടുവിലൊന്നും അതിന്റെ ബേക്കിലൊന്നും, അതിന്റെ ബേക്കിൽ മൂപ്പര് കമ്പിമലും ഉണ്ടാവും. എന്നാലും അതിനൊരു രസമല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി ഇനി ജീവിക്കുന്നത് മക്കളും ആ മക്കളുടെ സന്തോഷവും അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിന്റെ ഒരു സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക. ആ സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. ഒരു നിരാശല്ല, മടുപ്പുമില്ല, വെറുപ്പുമില്ല. പാപ്പനങ്ങൾ നോക്കി, തുടക്കത്തിൽ നല്ല സ്നേഹമായിരുന്നു, മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളായപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലോണം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ വേണം. ആദ്യത്തെ 2 പെൺകുട്ടികളാണെ അയാൾ ഒന്നും കൂടി അങ്ങോട്ടൊന്ന് പിടിച്ചു നിൽക്കും. പിന്നെ അയാളുടെ ജീവിതം ആ ഒരു മനോഹരമായ രീതിയിലാണ്. നാളെ ലിബറൽ ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെടുന്നത് ആ ബന്ധ. കാരണം പെണ്ണും കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, ആണും കെട്ടിയാലും മക്കളുണ്ടാവില്ല. അതോടുകൂടി ഒരു നിങ്ങളോട് പറയും പിന്നെ ജീവിതത്തിന്റെ സമാധാനം എന്തിലാ? കുത്തിവെക്കുന്ന കഞ്ചാവിലും നാവിനടിയിൽ തിരികുന്നതിലുമാണ്. അങ്ങനെയാണ് ഈ മക്കൾ പലപ്പോഴും നശിച്ചു പോകുന്നത്. ഇക്കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച് പൂസായി റോട്ടുമ്മ കിടന്ന് പെൺകുട്ടികളാണ്. ഇത് ചെറിയ കളിയല്ല, അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക നമ്മളെ മക്കളെ. ഇത് കേട്ട് ചിരിക്കേണ്ടതുമല്ല, ആരാന്റെ കുടുംബം നോക്കിയ അത്ഭുതപ്പെടേണ്ടതുമല്ല. നാളെ നിങ്ങളെ മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തും. അത്രക്ക് ഭയാനകമായിട്ടാണ് നമ്മളെ മക്കളെ അവർ സ്വാധീനിക്കുന്നത്. കലാലയ വിദ്യാലയ സ്ഥാപനങ്ങളിൽ പോലും ജെൻഡർ ന്യൂട്രാലിയേക്കാൾ ഈക്വാലിറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പെണ്ണിന്റെ അടുത്ത് ആൺകുട്ടീനെ ഇരുത്തി പഠിപ്പിക്കാൻ സർക്കുലർ ഇറക്കിയില്ലേ? ഞാൻ സർക്കാരിനെ പറയുന്നില്ല, ഞാനൊരു സർക്കാർ അധ്യാപകനായതുകൊണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളൂ. അവര് നശിച്ചാൽ പറയാൻ 100,000 ആൾക്കാരുണ്ടാവും. ഓൾക്ക് അതൊരു കഥ മാത്ര. ഞാൻ എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നു, നിന്റെ പെങ്ങന്മാരോട് പറയാ, നിന്റെ ഭാര്യമാരോട് പറയും പോലെ നിങ്ങളോട് പറയുന്നത് അതേ കൊലത്ത് പറയാ. നിന്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ടിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര, അതൊരു രസം മാത്ര. എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ, എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും ഒരു അത്ഭുതവും മാത്ര. അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം. വേറെ ചിലർക്ക് നന്നായിക്ക് നാടോട്ടക്ക് പ്രസംഗിച്ച് നടന്നിട്ടല്ലേ ഓനെ വിട്ടണം എന്നും പറയുന്നവരുണ്ടാവും. ഞാൻ ഓളോട് പറഞ്ഞു, നശിക്കുന്ന എനിക്കും എനക്കുവാ നശിക്കുന്നത്. ആ ബോധന്മാരെ ഇങ്ങക്കുണ്ടാവണം, നിങ്ങളെ മക്കളെ തൊട്ട്, നിന്റെ മക്കളെ തൊട്ട്. പക്ഷെ അവിടെ എന്തു വേണം? അവനവന്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന, അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം. നമ്മളെ മക്കളെ 100% വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 90% വിശ്വസിച്ചാലും ഒരു 10% എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം. അതുണ്ടാവും, പക്ഷെ ഇന്നത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ. അതാ പ്രശ്നം.